കുഞ്ഞാപ്പിയ കുഞ്ഞാപ്പിയ കുഞ്ഞാ നോക്ക് കുഞ്ഞാ നോക്ക് നോക്ക് കുഞ്ഞാപ്പിയ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു നേരെ പറയടി ഒന്നും പിറന്നാളല്ലടി നേരെ ഉണരടി ഉണരണ്ടി നീ ഉണരകിടത്തി ഒറ്റമുദിക്കണമുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെ ഏട്ടൻ വ്ലോഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് തിരുവോണമാണ്, എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് പാലക്കാടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉത്രാട സദ്യയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. കഴിഞ്ഞ തവണ ഇവിടെ പാലക്കാട് ഓണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓണം ആഘോഷിച്ചത് ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം എന്നുള്ളത് ഇവിടുത്തെ കണക്ക് പ്രകാരം ഇത്തവണയാണ് വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ ഓണം പെണ്ണിൻ്റെ വീട്ടിലായിരിക്കണം എന്നുള്ളൊരു ചെറിയൊരു ആചാരം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ഉത്രാടം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതേ ഇന്ന് തിരുവോണം. അപ്പോൾ രാവിലെ പൂക്കളം ഇടാനുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അമ്മ അവിടുത്തെ കിച്ചണിൽ ടീ കോഫി സംഭവങ്ങളൊക്കെ വെക്കുകയാണ്. അച്ഛൻ ഫ്രഷപ്പ് ആവുന്നുണ്ട്, ഏട്ടനും മേലെ ഫ്രഷപ്പ് ആവുന്നുണ്ട്. ഇതേ സൊരു ഉണ്ട്. സൊരു എണീറ്റിട്ടൊന്നുമില്ല, ഫുൾ ഉറക്കം. സാധാരണ ഓണം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരുവോണത്തിന് പൂക്കളം ഇടണമെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഡിസൈൻ വരച്ച് വെക്കും. പൂക്കളും അതേപോലെ കട്ട് ചെയ്ത് വെക്കും. അതാകുമ്പോൾ രാവിലെ ഇടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ ഞങ്ങൾ വന്നത് കാരണം ഒന്ന് ഔട്ടിങ്ങൊക്കെ പോയി എത്താൻ ഭയങ്കരമായിട്ട് ലേറ്റായി. അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ രാവിലെ ഒന്നേന്ന് തുടങ്ങണം. ഡിസൈൻസ് വരയ്ക്കണം, പൂവ് കട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് തന്നെയാണ് എല്ലാ തവണയും പൂക്കളം ഇടാറ്. ഇത്തവണയും ഒരാളും കൂടെ ഫാമിലിയിലോട്ട് എൻ്ററായി, വിഷ്ണുവേട്ടൻ. അത് കാരണം ഞങ്ങൾ ഇനി 5 പേരും ചേർന്ന് ഇത്തവണത്തെ ഓണം കളറാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ക്യാമറ ഉണ്ടത്, അമ്മ സ്കൂട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രഷപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ പണികൾ ഒരുക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ എത്തിയിട്ടുണ്ട്. രാവിലെ മേലെ നിന്ന് ഇറങ്ങി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് നിൽക്കുകയാണ്. അവർ എൻട്രി കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ വ്ലോഗ് തുടങ്ങി വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. ആയിക്കോട്ടെ, കുത്തിയില്ല വേഗം എനിക്ക് ഇന്നലെ ഒരാൾ വ്ലോഗ് തുടങ്ങി വെച്ച് ഫുള്ള് ഉറക്കം. ഞാൻ എണീക്കുന്ന സമയത്ത് ഫ്രഷ് ആകുമ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. Soru, come here. Good morning. ഹാപ്പി ബർത്ത്ഡേ ടു യു കേട്ടോ. വിഷ് ചെയ്യാം. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടു കണ്ട നിന്റെ പഴയ ഫോട്ടോ എന്നിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് വെക്കും. അപ്പം ഞങ്ങൾ ഏകദേശം പൂവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏട്ടനാണ് ഇന്ന് ഡിസൈൻ വരയ്ക്കൽ കേട്ടോ. കാരണം സ്കൂളിൽ ഏട്ടൻ്റെ കുട്ടികൾക്കാണ് ഇത്തവണത്തെ ഓണപ്പൂക്കളത്തിൻ്റെ ഫസ്റ്റൊക്കെ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഏട്ടനാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ പൂക്കളം ഏട്ടനിടാൻ ബെസ്റ്റാണ്. അപ്പോൾ ഏട്ടൻ്റെ പൂക്കളം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നന്നായി തന്നെ വരയ്ക്കും കേട്ടോ, എന്നെപ്പോലെ ഒന്നുമല്ല. നന്നായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ക്ഷമയോടെ വരയ്ക്കാനുള്ള എന്തോ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടുപിടിച്ച എയറിൽ നിൽക്കണ കൊട ഞാൻ നേരത്തെ എടുത്തു. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പുകൾ.
ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് പേടിച്ചായിരുന്നു. എങ്ങനെ എങ്ങനെ ശരി. നമ്മുടെ പൂവിന് ഷോർട്ടേജാണ്. ഷോർട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കളർ തന്നെ കുറേ. അപ്പോൾ നമ്മൾ പുളിയില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. മൊത്തമല്ല, അതിൽ വേണ്ടത് അത്രയും ആവശ്യം വരും. നമ്മൾ ഗ്രൗണ്ടും വീടൊക്കെ കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വിത്ത് എന്താ പറയുക, ഗ്രൗണ്ടും വീടും ഒക്കെ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട്, അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഈവനിങ് ഒക്കെ ഞങ്ങളിവിടെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ അങ്ങനെ ഒരുപാട് ഗെയിംസ് കളിക്കും, ഇരിക്കും, നടക്കും. അങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായ ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാലും ഈ ഒരു സ്പേസിൽ കൂടുതൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പുളിയില വലിച്ചുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ എഗെയിൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അധികം ദൂരമൊന്നുമില്ലല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വന്ന് വലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് വീടും പരിസരവും ഒക്കെ. അപ്പോൾ ദേ ഇവിടെയുള്ള ഈ ഒരു ഹൊറിയല്ലൂലാണ് ഞങ്ങളൊക്കെ ഇരിക്കാറ്. ഇതാണ് വീട്ടിലെ പെറ്റ് ജൂണോ. ജൂണോ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ഇവൻ ഭയങ്കര കോമഡിയാണ്. എപ്പോൾ വന്നാലും ഇങ്ങനെ വാലാട്ടി പിന്നാലെ വന്ന് മേത്ത് ചാടി മറിഞ്ഞ് അങ്ങനെ ഒരു ടൈപ്പ് സ്വഭാവമാണ് അവൻ്റെ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പം ഇവൻ ബാക്കിൽ ഓടി വന്ന് ഒരുപാട് ദൂരം അവനിങ്ങനെ പിന്നാലെ ഓടി വരും കാറിൻ്റെ ബാക്കിൽ. കുറേ കഴിഞ്ഞ് അവന് മനസ്സിലാവും ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന്. അപ്പോൾ പിന്നെ എഗെയിൻ യൂ ടേൺ അടിച്ച് വീട്ടിലോട്ട് വരാറാണ് ഈ പതിവ്. ഏട്ടൻ്റെ പൂക്കളം ഇടൽ അതിഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പൂക്കളം ഇട്ട് വന്നപ്പോൾ ഫ്ലവേഴ്സ് എഗെയിൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സർക്കിളും കൂടെ വരച്ച് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ വരയ്ക്കുന്ന ആൾക്കാർ ഇന്നും വരച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. സൊരു ഒക്കെ പണിയെടുക്കണം, കണ്ടില്ലേ, പണിയെടുക്കുകയാണ് സൊരു ഒക്കെ. അങ്ങനെ നമ്മുടെ പൂക്കളം ഓൾമോസ്റ്റ് ആയി. അപ്പോൾ എല്ലാവരും പാടെ അത് ഫിനിഷ് ചെയ്യാനുള്ളൊരു പണിയിലാണ്. അപ്പോൾ യെല്ലോ ഫ്ലവർ അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വേറെ വഴിയില്ല, ഇനിയിപ്പോൾ പുളിയുടെ ഇല ഒരുപാട് വലിച്ചാലും എത്ര തന്നെ വലിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡിസൈൻ ഇങ്ങനെ നമ്മൾ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓവറോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏട്ടൻ്റെ ഡിസൈനും കാര്യങ്ങളും എനിക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് പറ്റുന്ന പോലെയൊക്കെ കളർ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പൂക്കളം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പൂക്കളം കഷ്ടപ്പെട്ടിട്ടവർ തന്നെ ഇത് വീണ്ടും പഴയെടുക്കുകയാണ്. അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സസ് വന്ന പൂക്കളൊക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഫുള്ളി ടയേർഡായി. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. ഓണം ആയതുകൊണ്ടും കുഞ്ഞുവിൻ്റെ പിറന്നാളായതുകൊണ്ടും അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ അമ്പലത്തിൽ ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം, കുളിക്കണം, ഫുള്ളി ഫ്രഷ് ആവണം, നല്ല ഡ്രസ്സൊക്കെ ഇടണം, ഓണക്കോടിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് കുളിച്ച് സെറ്റായി കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് വരാം. ഓക്കെ, ഓണക്കോടിയൊക്കെ ഇട്ട് എല്ലാവരും സെറ്റായിട്ടുണ്ട്. ദേട്ടൻ്റെയും സൊരുവിൻ്റെയും ഓണക്കോടി, അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഓണക്കോടി, എല്ലാവരും ഓണം വൈബിൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാടെ അമ്പലത്തിലോട്ട് പോവാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും ഏട്ടനും സൊരുവും മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും വരുന്നില്ല. ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ, ഫ്ലോറൽ പ്രിൻറ്റിൽ ടിഷ്യൂലൊരു സെറ്റ് സാരിയാണ്. അച്ഛനും അമ്മയും എടുത്തു തന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രിൻറ്റ് ഇത്തവണ ഇറങ്ങിയൊരു ട്രെൻഡാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാലക്കാട് കോട്ടയിലേക്കാണ് കേട്ടോ വിട്ടത്. നമ്മുടെ ടിപ്പു സുൽത്താൻ കോട്ട, അവിടെ ഒരു അമ്പലമുണ്ട്, പാലക്കാടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്, പിന്നെ അമ്പലത്തിൽ തൊഴുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെ 2 ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു കേട്ടോ, അതിൽ 2 അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് ഇറങ്ങി. പിന്നെ കാറിനടുത്തോടെ നടക്കുമ്പോഴാണ് സ്വരൂവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പിന്നെയും ടേൺ എടുത്ത് നടന്നു. അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ആ വാടികയുടെ അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു. 3 പേർക്കും റെഡ് വെൽവെറ്റ് ആണ് പറഞ്ഞെങ്കിലും അത് കിട്ടി വന്നപ്പോൾ റെഡ് വെൽവെറ്റും വാനിലയും സ്ട്രോബെറിയും ബ്ലാക്ക് കറൻറ്റും ഇതെല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ആയിരുന്നു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ദാ സ്വരുവിൻ്റെ എയറിൽ നിൽക്കുന്ന കുട പിന്നെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണെന്ന് മൊത്തം. നമ്മളെ ഈ പാലക്കാട് സൈഡൊക്കെ ഇങ്ങനെ മാതേര് എന്നാണ് പറയുക. അത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുട വെക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ മാതേര് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് അതേ കുടയൊക്കെ അത് എയറിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിത് ഇവിടെ അണിയാൻ വേണ്ടിയിട്ട് മാവ് മിക്സ് ചെയ്യുകയാണ്. എനിക്ക് അണിയാനൊന്നും കാര്യമായിട്ട് അറിയൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒപ്പിക്കാം. ഈ നേരത്തോ വരച്ചതിൻ്റെ അടയാളമുണ്ട്, അതന്നെ വരയ്ക്കാം. അല്ലാതെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഗൈസ്. ഗൈസ് എൻ്റെ കേക്കൊക്കെ ഇവിടെ സെറ്റ് മസായാണ്. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ചിന്നു. അതെ, ചിന്നു വിഷ്ണു ഒക്കെ ഉണ്ട് കേട്ടോ. 2 വിഷ്ണു എൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ചെയ്ത ഫ്ലേവർ എന്ന് എനിക്കറിയില്ല, ആൽമണ്ടാണ് തോന്നുന്നു. എനിക്കിഷ്ടമായി കേക്ക് ഭയങ്കര. ഏട്ടാ കേക്ക് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല ആംബിയൻസ് വളരെ ഇതായിട്ടുണ്ട്. പിന്നെ കേക്കിന്റെ ഒരു ലുക്കും ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കോല് അങ്ങനെ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ല അഭിപ്രായം. അമേസിംഗ്. ചിരിക്കല്ലേ? കേക്ക് കട്ടിങ് കഴിഞ്ഞതും ഓടിപ്പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വന്നു. സമാധാനത്തിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പിറന്നാളിന് ഇന്നും സംഭവിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകം സദ്യ ഒരുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നും തിരുവോണത്തിനാണ് എൻ്റെ പിറന്നാൾ വരാറ്. ഓൾറെഡി സദ്യ ആയിരിക്കും, ഇനിയിപ്പോൾ പിറന്നാൾ സദ്യ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒന്നാലോചിച്ചാൽ ലാഭമല്ലേ. മതി.
അമ്മ ആ കാന്താരി മാങ്ങ എടുക്കോ? അല്ല മുളക് എടുക്കോ? എങ്ങനെയുണ്ട്? അണ്ണന്റെ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. പാട്ട് ട്യൂണ് മതിയോ? എന്തൊക്കെയാണ് കാണിക്കണത്? അപ്പോൾ രണ്ടുപേരുടെയും ഫേസ് കണ്ട് അറിയുന്നുണ്ടാവും, നല്ല രീതിക്ക് ടയേർഡാണ്. ഇന്ന് മൊത്തത്തിൽ ബർത്ത്ഡേയും ഓണവും അങ്ങനെ രണ്ടും പാടെ ഒന്നിച്ച് കൊണ്ടാടുന്നതിൻ്റെ ഇതും മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ് രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇഷ്ടപ്പെട്ടുണ്ട് അവൾക്കൊരു ഗിഫ്റ്റും കൊടുക്കാത്തതെന്ന്. നല്ലൊരു ഡൗട്ടാണ്. പക്ഷേ ഗിഫ്റ്റൊക്കെ നേരത്തെ കിട്ടി ബോധിച്ചു. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമിലാണ് ഗിഫ്റ്റൊക്കെ കിട്ടിയത്. 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്തൊരു മണ്ടത്തരം, അതിന്റെ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ്. വീഡിയോ എടുത്തില്ല. കാരണം അവൾക്ക് കുറേ ആയിട്ടുള്ള അവളുടെ ഒരു ആഗ്രഹമായിരുന്നു അവളുടെ ആ ഒരു രംഗണ്ണൻ പോലുള്ള ആ ഒരു മാലയിൽ നിന്നൊരു മോചനം. അതായത് നമ്മൾ കല്യാണത്തിന് ഇട്ട മാല, അത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയം മുതൽ പറയുന്നതാണ്. അത് കല്യാണം കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ആ സാധനം മാറ്റണം എന്നുള്ളത്. പക്ഷേ എന്തോ മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പുള്ളി ഞാനറിയാതെ ഫ്രണ്ട്സിനോട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് എനിക്കിഷ്ടപ്പെടുന്ന മാല, ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്കിഷ്ടപ്പെടുന്ന മാല എങ്ങനെ എന്താണെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അത് ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു ചെയിൻ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, സംഭവം എനിക്ക് ഗോൾഡ് ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇതിടുന്നത് എനിക്ക് എന്തോ ഇഷ്ടമായി. കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റിൽ ഗോൾഡ് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഈ ഒരു സാധനം കിട്ടിയപ്പം എന്തോ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കിട്ടിയത് കൊലുസാണ്. അപ്പോൾ ഈ 2 ഗിഫ്റ്റ് ഓൾറെഡി കിട്ടി. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് അത് ഇതിൽ വെട്ടിച്ചേർക്കാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ മാല ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കൊലുസ് ഇവിടെ ഇല്ല, ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇതാണപ്പോൾ വീഡിയോയുടെ ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ. ഇന്നത്തെ ഈ പിറന്നാൾ ഡേറ്റിനൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞാണ്, പക്ഷെ അവളത് കേട്ടില്ല. ഞാൻ പലതവണ ഞങ്ങൾ ഇന്നലെ ലുലുവിൽ പോയിരുന്നു പാലക്കാട്. അപ്പോൾ ആ പോയ സമയത്ത് വാങ്ങിയിട്ട് കയ്യിൽ വെക്കാം, എന്താ നിനക്ക് വേണ്ടത് വെച്ചാൽ. ഞാനിപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഞാനും എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്കത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കാരണം ഞാൻ അവളുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ അത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയപ്പോൾ കുട്ടി അനങ്ങണില്ല, അവിടെ ഒരു മുക്കിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതങ്ങനെ മെല്ലെ അവോയ്ഡ് ചെയ്തു. എന്താ വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്തിന് ഓൾറെഡി ഗിഫ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ എന്തിനാ ഇനി പിറന്നാൾ വരുമ്പോൾ അപ്പോഴും ഗിഫ്റ്റ്, ഓൾറെഡി 2 ഗിഫ്റ്റ് തന്നു, ഇനിയിപ്പോൾ 3ാമത് ഗിഫ്റ്റ്. അപ്പോൾ എനിക്കത് ആവശ്യമില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിൽ മതി എന്ന് പറഞ്ഞ ആളെ കൈ പിടിച്ച് ഇറക്കി എവിടേക്കും പോകാൻ വിട്ടില്ല. അല്ലെങ്കിൽ ആൾ അങ്ങനെ പോയി കറങ്ങി എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. ഗോൾഡ് ആയതുകൊണ്ടല്ല, ഒരിക്കലും അതല്ല. പക്ഷേ ആ മാലയിൽ നിന്നൊരു മോചനം കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ലാതെ ഞാൻ ഗോൾഡിൻ്റെ ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇത് ഓക്കെ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കുക. ഏട്ടന് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കൾച്ചറും ഇവിടുത്തെയും ചെറിയ രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. എന്താ തോന്നുന്നു? ഇവിടെ കുറച്ച് ഞാൻ അവിടെ കണ്ടതിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോലം വരയ്ക്കുക കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് പ്രാധാന്യമുള്ളതായിട്ട്. ഇവിടെ കുറച്ചുകൂടെ ഓണം ഉണ്ട്. നമ്മൾ മാതേരൊക്കെ വെച്ചിട്ടുള്ളത്, പക്ഷെ അതൊന്നും ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷേ വീട്ടിലങ്ങനെ വെക്കുന്നില്ല, അതേപോലെ കൊടയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ കുറച്ച് അവിടുത്തെ വെച്ച് നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ഓണമുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഒരു കൾച്ചറൊക്കെ ആയിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇങ്ങനൊരു കൾച്ചർ ഇങ്ങനെ അത്രയ്ക്ക് വലിയ സംഭവമില്ല, എന്നാലും കാണാത്തവർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.